ഹായ് എവ്രി വൺ. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 61ാമത്തെ ക്ലാസ് ആണിത്. ഇന്ന് ഇതിനു മുമ്പ് ഒരു ക്ലാസ് ഇട്ടിരുന്നു. 60ാമത്തെ ക്ലാസ് ഇന്ന് രാവിലെ ഇട്ടിരുന്നു. അതുപോലെ തന്നെ 62ാമത്തെ ക്ലാസ് ഇന്ന് വൈകുന്നേരം ഇടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടതിന് ശേഷം വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ എല്ലാം മറന്നുപോകും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ വനം ഡിവിഷനാണ് കോന്നിയാണ് കേരളത്തിലെ ആദ്യ വനം ഡിവിഷൻ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷനാണ് റാന്നി. മാറിപ്പോകരുത്. കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ കോന്നി, കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷനാണ് ചോദിക്കുന്നെങ്കിൽ റാന്നിയാണ്. റാന്നി എന്നതിനെ റാണി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ റാണിയാണ് ഏറ്റവും വലുത് അല്ലെ. ഒരു രാജ്യത്തിൽ റാണിയായിരിക്കും ഏറ്റവും ടോപ്പിലുണ്ടാവും. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷനാണ് ചോദിച്ചെങ്കിൽ റാന്നിയാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതായിരിക്കും? കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കാണ് കുന്നത്തൂർ. ഏറ്റവും വലുത് ഏറനാടാണ്, ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂറാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. 6, കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ലയിലാണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ളത്. ഇനി അടുത്തത്, കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല. കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും വലിയ ജില്ല ചോദിക്കുകയാണെങ്കിൽ പാലക്കാടാണ്. പക്ഷെ പാലക്കാട് എന്തില്ല? കടൽ തീരമില്ല. അപ്പൊ കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ്. 8, കടൽ തീരം ഏറ്റവും കുറഞ്ഞ ജില്ല. കടൽ തീരം ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് കൊല്ലം. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കടൽ തീരം ഏറ്റവും കുറഞ്ഞ ജില്ല കൊല്ലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയോ? കേരളത്തിലെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് വയനാട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറം, ഏറ്റവും കുറവ് വയനാട്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചാൽ തൃശൂറാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ളത് എറണാകുളം, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത് തൃശൂരാണ്, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് മലപ്പുറമാണ്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം, ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ തൃശൂർ, മുനിസിപ്പാലിറ്റി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം. കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കൂടുതലുള്ള മുനിസിപ്പാലിറ്റി. കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കൂടുതലുള്ള മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തറയാണ് കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കൂടുതലുള്ള മുനിസിപ്പാലിറ്റി. കേരളത്തിലെ വിസ്തീർണം ഏറ്റവും കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏത്? വിസ്തീർണം ഏറ്റവും കുറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലെ വിസ്തീർണം ഏറ്റവും കുറഞ്ഞത്. ഏറ്റവും കൂടുതലായത് തൃപ്പൂണിത്തറയാണ്. ഇനി 17ാമത്തെ ചോദ്യം, കേരളത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. അടുത്തത്, കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. അപ്പോൾ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമിളിയാണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമിളി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം.
വളപട്ടണമാണ് കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടാണ്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ താലൂക്ക്. താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. അത് വളരെ ഈസി ആയിട്ട് തന്നെ ഓർത്ത് വെക്കാം. ഇവിടെ കാസർഗോഡ് എന്ന് കാണാം. ഗോഡ് ദൈവം. അപ്പൊ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നതും ഏതാണ്? കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. 26ാമത്തത് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയും കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് എന്തൊക്കെയാണ് പഠിച്ചത്? നദികളുടെ നാട്, സപ്തഭാഷാ സംഗമ ഭൂമി, അതുപോലെ തന്നെ ദൈവങ്ങളുടെ നാട്. അടുത്തത് ആരാധനാലയങ്ങളുടെ നാട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയാണ് ആരാധനാലയങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട തന്നെയാണ്. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. എല്ലാവർക്കും അറിയുന്നതാണ് പൂരങ്ങളുടെ നാട് തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും തൃശ്ശൂരാണ്. വ്യാവസായിക തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എറണാകുളം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. അടുത്തത് ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും തൃശ്ശൂരാണ്. ഉത്സവങ്ങളുടെ നാട് തൃശ്ശൂർ. 32 കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം. വ്യാവസായിക തലസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എറണാകുളമാണ്. ഓക്കെ. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത്? സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത്. 34 ഗസലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഗസലുകളുടെ നാട് എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. അതുപോലെ തന്നെ സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. ശില്പനഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. സത്യത്തിന്റെ തുറമുഖം അതുപോലെ തന്നെ ശില്പനഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. 37 തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നത് നാട് എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ്. 39 കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ല തന്നെയാണ് കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. 40 കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. വയനാടാണ് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത്? കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. പാലക്കാടാണ് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാടാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏത്? പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കോട്ടയമാണ് പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്. ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കോട്ടയമാണ് ചുമർ ചിത്ര നഗരം എന്ന് അറിയപ്പെടുന്നത്. അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏത്? അക്ഷര നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്. ഓക്കെ. 3 എല്ലുകളുടെ നാട്. അതിൽ ഒരു എല്ല് എന്ന് പറയുന്നത് ലെറ്റർ ആണ് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കിട്ടും എന്താണ്? അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. മീനച്ചില്ലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ല. മീനച്ചില്ലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയമാണ്. ഓക്കെ. മീനച്ചില്ലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം. 47 കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴയാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. 48 ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്
ആലപ്പുഴയാണ്. ഓക്കെ, ജലോത്സവം നടക്കുന്നത് പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ അതിൽ നിന്ന് തന്നെ കിട്ടും. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയാണ് കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല. 50 കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ് ഇന്ന് വൈകുന്നേരം ഇട്ട് തരും. ഇന്ന് 3 ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് രാവിലെ ഇട്ടിട്ടുണ്ട്. ഇത് 2ാമത്തെ ക്ലാസ് ആണ്. ഇനി 3ാമത്തെ ഒരു ക്ലാസ് കൂടെ ഇന്ന് വൈകുന്നേരം തന്നെ ഇട്ട് തരും. അപ്പോൾ എല്ലാം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്